5 മിനിറ്റ് ക്രിസ്ത്യൻ പ്രാർത്ഥന വേദനയ്ക്കും ഉത്കണ്ഠയ്ക്കും കുറവ് വരുത്താൻ കഴിഞ്ഞെന്ന് പഠനം. വെറും 5 മിനിറ്റ് പ്രാർത്ഥന കൊണ്ട് വേദനയും ഉത്കണ്ഠയും അനുഭവിച്ച രോഗികളിൽ വളരെ ആശ്വാസം കണ്ടെത്തിയതായി ഗവേഷകർ രോഗികളിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. യുഎസിലെ യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് സ്കൂൾ ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിനിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് പ്രാർത്ഥനയുടെ വലിയ മഹത്വം ശരിവയ്ക്കുന്നത്. നേരിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലങ്ങളെ സംഗീതം കേൾക്കുന്നതിന്റെ ഫലങ്ങളുമായി താരതമ്യം ചെയ്തു. പ്രാർത്ഥന 2 രോഗലക്ഷണങ്ങൾക്കും കൂടുതൽ സുസ്ഥിരമായ ആശ്വാസം നൽകുന്നുവെന്ന് വെളിപ്പെടുത്തി. ഒരു ഫാമിലി മെഡിസിൻ വെയിറ്റിംഗ് റൂമിൽ നിന്ന് 180 മുതിർന്ന രോഗികളെ ഗവേഷണ സംഘം റിക്രൂട്ട് ചെയ്തു. പങ്കെടുത്തവർക്കെല്ലാം മിതമായോ കഠിനമോ ആയ വേദന, ഉത്കണ്ഠ അല്ലെങ്കിൽ രണ്ടും അനുഭവിച്ചവരായിരുന്നു. സാധാരണ മെഡിക്കൽ അപ്പോയിന്റുകൾക്കുശേഷം രോഗികളെ ക്രമരഹിതമായി 2 ഗ്രൂപ്പുകളായി തിരിച്ചു. പരിശീലനം ലഭിച്ച വാളണ്ടിയർമാർ ഒരു ഗ്രൂപ്പിനെ ക്രിസ്തീയ പ്രാർത്ഥന നടത്തിയ ഗ്രൂപ്പായി 5 മിനിറ്റ് പ്രാർത്ഥനയ്ക്കും രണ്ടാമത്തെ ഗ്രൂപ്പിനെ സംഗീതം ശ്രവിക്കാൻ ചിവവഴിച്ച ഗ്രൂപ്പായും തിരിച്ചു. തൊട്ടു പിന്നാലെയും 2 ആഴ്ചയ്ക്കുശേഷവും 6 ആഴ്ചയ്ക്കുശേഷവും പങ്കെടുത്തവർ സ്വയം റിപ്പോർട്ട് ചെയ്തു. വേദനയുടെയും ഉത്കണ്ഠയുടെയും അളവിലുള്ള മാറ്റങ്ങൾ ഗവേഷകർ ഒന്നിലധികം ഇടവേളകളിൽ നിരീക്ഷിച്ചു. 2 ഗ്രൂപ്പിലും രോഗികൾ പുരോഗതി കാണിച്ചപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഗണ്യമായി കൂടുതൽ ആശ്വാസം പ്രാപിച്ചതായി കണ്ടെത്തിയതായി ദി അനൽസ് ഓഫ് ഫാമിലി മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു. ഒരു ഫാമിലി മെഡിസിൻ വെയിറ്റിംഗ് റൂമിൽ നിന്ന് 180 മുതിർന്ന രോഗികളെ ഗവേഷണ സംഘം റിക്രൂട്ട് ചെയ്തു. പങ്കെടുത്തവർക്കെല്ലാം മിതമായോ കഠിനമോ ആയ വേദന, ഉത്കണ്ഠ അല്ലെങ്കിൽ രണ്ടും അനുഭവിച്ചവരായിരുന്നു. സാധാരണ മെഡിക്കൽ അപ്പോയിന്റുകൾക്കുശേഷം രോഗികളെ ക്രമരഹിതമായി 2 ഗ്രൂപ്പുകളായി തിരിച്ചു. പരിശീലനം ലഭിച്ച വാളണ്ടിയർമാർ ഒരു ഗ്രൂപ്പിനെ ക്രിസ്തീയ പ്രാർത്ഥന നടത്തിയ ഗ്രൂപ്പായി 5 മിനിറ്റ് പ്രാർത്ഥനയ്ക്കും രണ്ടാമത്തെ ഗ്രൂപ്പിനെ സംഗീതം ശ്രവിക്കാൻ ചിവവഴിച്ച ഗ്രൂപ്പായും തിരിച്ചു. തൊട്ടു പിന്നാലെയും 2 ആഴ്ചയ്ക്കുശേഷവും 6 ആഴ്ചയ്ക്കുശേഷവും പങ്കെടുത്തവർ സ്വയം റിപ്പോർട്ട് ചെയ്തു. വേദനയുടെയും ഉത്കണ്ഠയുടെയും അളവിലുള്ള മാറ്റങ്ങൾ ഗവേഷകർ ഒന്നിലധികം ഇടവേളകളിൽ നിരീക്ഷിച്ചു. 2 ഗ്രൂപ്പിലും രോഗികൾ പുരോഗതി കാണിച്ചപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഗണ്യമായി കൂടുതൽ ആശ്വാസം പ്രാപിച്ചതായി കണ്ടെത്തിയതായി ദി അനൽസ് ഓഫ് ഫാമിലി മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു.